പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാളം മൂവി ഇപ്പോൾ ഹിന്ദിയിലും മറ്റുള്ള ഭാഷയിലേക്ക് റീച്ച് വന്നിട്ട് ആൾക്കാർ കൂടുതൽ കാണുമ്പോഴാണ്, അങ്ങനെ വന്ന് ആൾക്കാർ സ്വീകരിക്കപ്പെടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ ആണ്. പിന്നെ മെറിറ്റിൽ ആണ് അത് സ്ക്രീൻസ് കൂട്ടിക്കൂട്ടി വരുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ വർക്കായി, സിനിമ വർക്കായി, പ്ലാൻ വർക്കായി, ഒരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടി. അതുകൊണ്ട് എനിക്കൊന്ന് 60 സ്ക്രീനിലാണ് ഫസ്റ്റ് ഡേ ഹിന്ദി വേർഷൻ കളിച്ചത്. പക്ഷേ നമ്മൾ ചെയ്ത മൂവി ആ മൂവിയുടെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കി അതെങ്ങനെ റീച്ചാക്കി ആൾക്കാരെ കാണിക്കാം ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. ഈവൻ അത് ലാലേട്ടൻ്റെ മൂവിക്കാണ് ഏത് കുഞ്ഞു മൂവിക്കും വലിയ മൂവീസിന് ആവശ്യമാണ്. ഈ സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒരു ബെഞ്ച് മാർക്ക് ആക്കണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ എടുത്തൊരു മൂവിയാണ്. എഫേർട്ട് ആൻഡ് കൊമേഴ്ഷ്യലി അതിൻ്റെ റിച്ച്നെസ് ആണെങ്കിലും ക്യാൻവാസ് ആണെങ്കിലും നമുക്കറിയാം ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ഫ്രം ഡേ വൺ ഉണ്ടായി വന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡ്യൂ കോഴ്സിലും നമുക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂവി ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണെന്ന് അറിയാൻ നമുക്കൊരു പ്രത്യേകിച്ചൊരു ഇത് വേണ്ട. 18+ ഉള്ള ഫാമിലീസ് പടം കാണുന്നുണ്ട്. കുട്ടികൾക്ക് പറ്റത്തില്ലെന്നേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഫാമിലീസിന് പറ്റത്തില്ലെന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫാമിലീസ് കണ്ടിട്ട് ഫീഡ്ബാക്സ് വരുന്നുണ്ടായിരുന്നു. സോ കോർ ഓഡിയൻസിൽ ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ കണ്ടന്റ്സും സിനിമയെ സംസാരിക്കപ്പെടുന്നത്. നമ്മൾ വി ഡിഡ്ന്റ് ഡു എനി റോങ്. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു വേർഷനോട് ഇറക്കുന്നു. അത് നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ പറ്റി. അതൊക്കെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ധൈര്യമാണ്. അത് ഞാൻ പറഞ്ഞാൽ അതൊരു ചാലഞ്ചാണ്. ഒപ്പം തന്നെ ആൾക്കാരെ നമ്മൾ മാനിക്കുക എന്നുള്ളതല്ലേ. പ്രേക്ഷകരുടെ കമൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. വേറൊരു വേർഷൻ ഇറക്കി. ബട്ട് അത് വിത്ത് ഗോഡ് ബ്ലസ് ഇന്ത്യയിലെ ട്രെൻഡിങ് നമ്പർ 1 ഉം 2 ഉം ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് പെർസെപ്ഷനാണ്. ഇപ്പം നിങ്ങൾക്ക് ഡെപ്സിയുടെ വോയിസ് ആയിരിക്കും ഇഷ്ടം, എനിക്ക് മറ്റേ വോയിസ് ആയിരിക്കും ഇഷ്ടം. ആർക്ക് വേണമെങ്കിലും എന്തും കേൾക്കാം. നമ്മൾ രണ്ടുപേരെ റെസ്പെക്ട് ചെയ്യുന്നു. രണ്ടുപേരും നമുക്ക് വേണ്ടി പാട്ട് പാടി നന്നായിട്ട് പാടിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടും നമ്മൾ ഇറക്കിയത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. 100 കോടിക്ക് മുകളിൽ നേട്ടവുമായി മാർക്കോ കുതിക്കുമ്പോൾ മാർക്കോയുടെ ഡിജിറ്റൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്തിട്ടുള്ള സിനിമയുടെ എല്ലാ ഡിജിറ്റൽ വിഭാഗവും ഹാൻഡിൽ ചെയ്ത വിപിനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. മാർക്കോ ഇത്രയും വലിയൊരു വിജയം, ബഹുഭാഷകളിലേക്ക് അത് പല രീതിയിലേക്ക് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു, കൊറിയയിൽ റിലീസാവാൻ പോകുന്നു. പക്ഷേ ഇത് ഒരു പാൻ ഇന്ത്യനായിട്ട് ഇറക്കിയെങ്കിൽ പോലും ആദ്യം മലയാളത്തിലാണ് റിലീസാവുന്നത്. ഘട്ടം ഘട്ടമായാണ് മറ്റു ഭാഷകളിലേക്ക് പോകുന്നത്. പൊതുവേ ഈ പാൻ ഇന്ത്യൻ ഫിനോമിനയ്ക്ക് ശേഷം ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. പക്ഷേ ഇതെന്താണ് ആദ്യം മലയാളത്തിൽ ടെസ്റ്റ് ഡോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്? അല്ല, അങ്ങനല്ല. നമ്മൾ ഈ പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവേ ഒരു ധാരണയാണ് എല്ലാ ഭാഷയിലും ഒരേപോലെ ഇറക്കണം, ഒരേപോലെ ഒരു വലിയൊരു വൈഡ് റിലീസ് വരണം. അതൊക്കെ തന്നെ ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിലും അത് മാൻഡേറ്ററി അല്ല. പാൻ ഇന്ത്യൻ മൂവി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാളം മൂവി ഇപ്പോൾ ഹിന്ദിയിലും മറ്റുള്ള ഭാഷയിലേക്ക് റീച്ച് വന്നിട്ട് ആൾക്കാർ കൂടുതൽ കാണുമ്പോഴാണ്, അങ്ങനെ വന്ന് ആൾക്കാർ സ്വീകരിക്കപ്പെടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പാൻ ഇന്ത്യൻ ആവുന്നത്. പിന്നെ ഈ മൂവിക്ക് നമ്മൾ ആക്ച്വലി മലയാളവും ഹിന്ദിയുമാണ് ഒരുമിച്ച് ഇറക്കിയത്. ബിക്കോസ് ഈ പടത്തിന് പൂജ ദിവസം തന്നെ എൻ്റെ ഹിന്ദി റൈറ്റ്സ് വിറ്റുപോയൊരു പടമാണിത്. അപ്പോൾ തന്നെ അത് മാത്രമല്ല, നമുക്കൊരു 6 മാസമായിട്ട് നമുക്കിപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റും ഇതിൻ്റെ റിലീസ് പ്ലാൻ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമെന്ന് വെച്ചാൽ ഷൂട്ടിംഗ് സമയത്ത് നമ്മുടെ ഒരു റിലീസ് പ്ലാനൊക്കെ വളരെ കുറവായിരിക്കും. എല്ലാ മൂവീസിനൊക്കെ. പക്ഷേ ഇങ്ങനത്തെ വലിയ മൂവീസൊക്കെ വരുമ്പോൾ റിലീസ് പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ ഇത് മറ്റു ഭാഷകളിൽ ആ സമയത്ത് ഒരു സീസൺ ആയിരിക്കാം, ഒരു ഫെസ്റ്റിവൽ സീസൺ ആയിരിക്കാം. അപ്പോൾ അവിടെയുള്ള ലോക്കൽ മൂവീസിൻ്റെ റിലീസ് നമ്മൾ നോക്കണം, മനസ്സിലായി. അപ്പോൾ ഒരേ ദിവസം ഇറക്കുമ്പോൾ അങ്ങനെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിന്ദിയും മലയാളവും നമുക്ക് ആദ്യമേ പ്ലാൻ ഉണ്ടായിരുന്നു, വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അതിന് പ്ലാൻ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാമൻറ്റിയാണ് ഹിന്ദി ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. അപ്പം നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കറക്റ്റ് സമയത്ത് റിലീസാകാനുള്ളൊരു സെയിം ഡേറ്റിൽ റിലീസാകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. എഗെയിൻ നമ്മൾ പെട്ടെന്ന് വന്നിട്ട് അവിടെ പോയിട്ടൊരു ഭയങ്കര വൈഡ് റിലീസും അങ്ങനത്തെ കാര്യങ്ങളല്ല നമ്മൾ ചെയ്തത് നീറ്റായിട്ട് അവിടെ സെയിം ഡേ ഇറക്കി റിലീസ് ചെയ്തു. പടത്തിൻ്റെ മെറിറ്റിൽ ആണ് അത് സ്ക്രീൻസ് കൂട്ടിക്കൂട്ടി വരുന്നത്. അപ്പോൾ നമുക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ വർക്കായി, സിനിമ വർക്കായി, പ്ലാൻ വർക്കായി, ഒരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടി. അതുകൊണ്ട് എനിക്കൊന്ന് 60 സ്ക്രീനിലാണ് ഫസ്റ്റ് ഡേ ഹിന്ദി വേർഷൻ കളിച്ചത്. ഇന്നിപ്പോൾ അത് 3000 സ്ക്രീനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഷോസ് കളിക്കുന്ന ഒരു ഇന്ത്യൻ മൂവി. വി ആർ പ്രൗഡ് ദാറ്റ് ഇറ്റ്സ് എ മലയാളം മൂവി. ഇറ്റ്സ് എ ഹിന്ദി ഡബ്ഡ് മൂവി എങ്കിൽ പോലും ഒറിജിനലി മലയാളം, വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അപ്പം ദാറ്റ്സ് ഫൈൻ. അതൊരു പ്ലാനിങ് ആവശ്യമാണ്. ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തതാണ്, പ്രോപ്പറായിട്ട് ചെയ്തതാണ്. എല്ലാ പടവും റിലീസാവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ടീസറിന് മുമ്പ് ചിലപ്പോൾ ഗ്ലിംസ് ഒക്കെ റിലീസ് ആവാറുണ്ട്. ടീസർ, അതിനുശേഷം ഒരു ട്രെയിലർ, ചിലപ്പോൾ ഒരു റിലീസ് ഡേ ട്രെയിലർ ഉണ്ടാവും, റിലീസിന് തൊട്ട് തലേ ദിവസം
പാട്ടുകൾ ഘട്ടം ഘട്ടമാക്കി ടീസറും പാട്ടും കൂടെ മുഴുവനുമാക്കി ഇറക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓൺലൈൻ മീഡിയകളിലെ ഇന്റർവ്യൂകളാണ്. ഈ രീതികളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പാട്ടുകൾ റിലീസ് ചെയ്ത് ഒഴിച്ചാൽ ബാക്കിയൊന്നും മാർക്കോ പിന്തുടർന്നിട്ടില്ല. ഒരു ടീസർ മാത്രമാണ് റിലീസായത്. ടീസറിന്റെ ഈ പറഞ്ഞ മറ്റ് വിശേഷങ്ങളോടുകൂടി ഇറങ്ങുന്ന ഗ്ലിംസുകളൊന്നും അപ്പോൾ ആ ഘട്ടത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഓൾറെഡി വിവിൻ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഉത്തരം പറയുന്നതാണ്. സ്ഥിരം സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നില്ല. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ എന്നാൽ പോലും ഇന്നൊരു സിനിമ റിലീസാവുമ്പോൾ വലിയ താരങ്ങൾ പോലും ഇപ്പം മലയാളത്തിന്റെ ബൃഹത്തായ നടനങ്ങൾ കാഴ്ചവെക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ ഉള്ള താരങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് ഇന്റർവ്യൂ കൊടുക്കാറുണ്ടായിരുന്നു. ഉണ്ണിമുകുന്ദൻ അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാതിരുന്നപ്പോൾ ഞങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുൻ ഇന്റർവ്യൂകളിലൊക്കെ തന്നെയും ചില വിവാദ പരാമർശങ്ങളും അല്ലെങ്കിൽ കരുതിക്കൂട്ടിയുള്ള ആക്രമണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാനായിരിക്കും ഈ പ്ലാൻ എന്നാണ് ആദ്യം ഘട്ടത്തിൽ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ ഓൺലൈൻ ഇന്റർവ്യൂകൾ ഇല്ലാതെ ആ കടമ്പ കടക്കാം, അത് ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ഈ മൂവി നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഉണ്ണിയുടെ ഒരു phase 2 എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ മേപ്പടിയാൻ തൊട്ടെന്ന് പറയാം. അപ്പം മേപ്പടിയാൻ തൊട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഫാമിലി ഓഡിയൻസിനെ നമുക്ക് ടാപ്പ് ചെയ്യാന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ അവസ്ഥയിൽ ഒരു യൂത്ത് സ്റ്റാർസിന് ഏറ്റവും ഡിഫിക്കൽട്ട് ആവുന്ന ഒരു നമ്മളെപ്പോഴും ഏറ്റവും വലിയ ചാലഞ്ചാണ് ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത്. ബിക്കോസ് ദ ടേസ്റ്റ് ഹസ് ചേഞ്ച്ഡ്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മേപ്പടിയാൻ തൊട്ട് നമുക്ക് വന്നപ്പോൾ നമ്മളൊരു ഹാർഡ് പ്രൊമോഷൻ ചെയ്തൊരു മൂവിയാണ് മേ ബി ആഫ്റ്റർ കോവിഡ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയും ആണെങ്കിലും അതിൻ്റെ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ഉണ്ണി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഫസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്നു. അപ്പോൾ അത് ഉണ്ണിക്കും ഞങ്ങൾ എല്ലാവർക്കും, വിഷ്ണു ആണെങ്കിലും ഡയറക്ടർ വിഷ്ണു ആണെങ്കിലും നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ആ പടം എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളത്. ആബാലവൃദ്ധം ജനങ്ങൾക്കും ഫ്രം കിഡ്സ് ടു ഏജ് പീപ്പിൾ ഉള്ളവർക്ക് ആ പടം അറിയണം എന്നുള്ള സംബന്ധം. അതിന് നമ്മൾ എല്ലാവിധ പ്രൊമോഷൻ സ്ട്രാറ്റജി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂസ്, റോഡ് ഷോസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം മാളിപ്പുറം ആണെങ്കിലും ജയഗണേശാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ആ സിനിമ അറിയിക്കേണ്ട ഒരു രീതികളുണ്ട്. ഫാമിലി മൂവിയാണ്, ഫാമിലിയിലേക്ക് എത്തണം. അപ്പോൾ അതിനൊരു രീതിയിലുള്ള സ്ട്രാറ്റജീസാണ്. പക്ഷേ മാർക്കോയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉണ്ണിക്ക് വ്യക്തമായതാണ്. ബിക്കോസ് ഉണ്ണി ഒരു 6-7 വർഷങ്ങൾക്ക് ശേഷം ഒരു ഹാർഡ് കോർ ഫുൾ ആൻഡ് ഫുൾ ഔട്ട് ആക്ഷനിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മളൊരു ആക്ഷൻ ലേബിൾ മാറ്റി ഫാമിലി ഒരു സ്റ്റാറിലേക്ക് കൊണ്ടുവന്നു. ഒരു 5 മൂവി പാക്കേജ് ആയിരുന്നു. ദാറ്റ്സ് ഓവർ. അപ്പോൾ എഗെയിൻ വി ഹാവ് ടു കം ബാക്ക് ടു ദ റൂട്ട്സിലേക്ക് പോകണം, ഒരു യൂത്തിലേക്ക് എത്തണം. അപ്പോൾ ആക്ഷനിലേക്ക് പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആക്ഷനാണ്. അപ്പോൾ അതിലേക്ക് എത്തുമ്പോൾ ഒരു തട്ടുപൊളിപ്പൻ ഒരുമാതിരി ജസ്റ്റ് ഒരു സാധാ ഒരു കൊമേഴ്ഷ്യൽ മൂവി ആക്ഷൻ മൂവിയിലേക്ക് ഉപരിയായിട്ട് വെൻ വി ഗോ ബാക്ക് ടു ദ ആക്ഷൻസ് അതൊരു ബെഞ്ച് മാർക്കാണെന്ന് ഉണ്ണിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. നമുക്ക് എല്ലാവർക്കുമാണ്. അപ്പോൾ അത് ഉണ്ണിയുടെ ഒരു വിഷനായിരുന്നു. പക്ക ബെഞ്ച് മാർക്ക് ആക്ഷൻ മൂവി ആയിരിക്കണം, എല്ലാ ചേരുവകളും ചേർന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ഹനീഫായിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മാർക്കോ തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ മാർക്കോയിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ഈ മൂവി ആയിരിക്കണം സംസാരിക്കേണ്ടത് നമുക്കാണ്. കാരണം ദാറ്റ് ഈസ് അതർ പാർട്ട് ഈസ് ഓവർ. മൂവിയുടെ ക്വാളിറ്റി എങ്ങനെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ കൺവെൻഷണൽ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു നോർമൽ ആക്ഷൻ മൂവിയൊക്കെ ഒരു ബെഞ്ച് മാർക്ക് ആക്കുക എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സാധനം വന്നാലും ഇറ്റ് ഷുഡ് ബി ബെഞ്ച് മാർക്ക്. ക്വാളിറ്റി കണ്ടൻറ് ആയിരിക്കണം സംസാരിക്കണം. നമ്മൾ എത്ര പറഞ്ഞൊരു സിനിമയെ പറ്റി പറഞ്ഞാലും അല്ലേ മൂവിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടൻറ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാർ നേരെ അഗൈൻസ്റ്റ് പറയും. അപ്പോൾ ഉണ്ണിയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് സിനിമയിൽ ഒരു പുതിയൊരു ഉണ്ണിയായിട്ടായിരിക്കണം. ഇത് ഒരു phase 2 ഒരു ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോസ്റ്റേഴ്സ് ആണെങ്കിലും 10 പോയിൻ്റ് പോസ്റ്റേഴ്സ് ഭയങ്കര അപ്രീഷിയേഷൻ കിട്ടിയിരുന്നു നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ഒരൊറ്റ ടീസറാണ് വളരെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവാനന്ദ് പറഞ്ഞിട്ടാണ് ഇട്ട്. പിന്നെ എന്ത് മൂവിയുടെ കണ്ടൻറ്റ് പോകുന്നതും ക്വാളിറ്റി ആയിരിക്കണം പോകേണ്ടത്. ഇതായിരിക്കണം റീച്ച് ആവേണ്ടത്. അല്ലാതെ നമ്മൾ കിടന്ന് പറയുന്നതിനെക്കാട്ടിലും മൂവിയുടെ കണ്ടൻറ്റ് സംസാരിക്കണം. പിന്നെ ഇൻ്റർവ്യൂസ് ഒന്നും മനഃപൂർവ്വമായിട്ട് നമ്മൾ ചെയ്തതല്ല. ഈ പറഞ്ഞ അതിൻ്റെ ഒരു കാറ്റഗറിയിൽ വന്ന ഒരു ഇതാണ്. അത് കൂട്ടായ തീരുമാനം. പിന്നെ അതുപോലെ തന്നെ ഈ പടം ബാക്ക് ചെയ്ത ഷെരീഫിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ഷെരീഫ്, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്. കാരണം വെച്ചാൽ നമ്മൾ ഫ്രം ഡേ 1 നമുക്കറിയാം ഇതൊരു A-rated മൂവി ആയിരിക്കും. ഇത് നമുക്ക് ധാരണയുണ്ടായിരുന്നു മച്ച് ബിഫോർ സെൻസർ ഷൂട്ടിംഗ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഇതൊരു മോസ്റ്റ് വയലൻറ്റ് മൂവി തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ടാഗും കൊടുത്തിരുന്നത്. അപ്പം ഷെരീഫിന് നല്ല ധാരണയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂവിക്ക് ഒരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്, യൂത്ത് ഓഡിയൻസ്. അപ്പോൾ അവരെയാണ് നമ്മുടെ ടാർഗറ്റ് കോർ ഓഡിയൻസിനെ ടാപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിലായിരിക്കണം ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതും ഇതിൻ്റെ ക്വാളിറ്റി സംസാരിക്കപ്പെടേണ്ടതെന്നുള്ളൂ വ്യക്തമായ ധാരണ പ്രൊഡക്ഷനും എല്ലാം ഫുൾ ടീം എൻ്റയർ ടീം. അപ്പോൾ ആ ധാരണയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കൺവെൻഷണൽ പ്രൊഡക്ഷൻ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ കൺവെൻഷണൽ പ്രൊമോഷൻ രീതിയിൽ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റേത് പാടില്ല എന്നല്ല. അങ്ങനത്തെ ഇൻ്റർവ്യൂസും പ്രസ് മീറ്റ്സും ലോഞ്ചും ഇവൻറ്റ്സും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. ഈവൻ അത് ലാലേട്ടൻ്റെ മൂവിക്കാണെങ്കിൽ എല്ലാ കുഞ്ഞു മൂവിക്കും വലിയ മൂവീസിന് ആവശ്യമാണ്. ഈ സിനിമയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഒരു ബെഞ്ച് മാർക്ക് ആക്കണമെന്നൊരു
ആവശ്യമുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ എടുത്തൊരു മൂവിയാണ്. എഫോർട്ട് ആൻഡ് കൊമേഴ്ഷ്യലി അതിൻ്റെ റിച്ച്നെസ് ആണെങ്കിലും ക്യാൻവാസ് ആണെങ്കിലും. അപ്പോൾ അത് സിനിമ സംസാരിക്കപ്പെടണം എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് ഒരു നിശ്ചയമുണ്ടായിരുന്നു. അതൊരു ടീം വർക്കാണ്. അത് വർക്കായി എന്നുള്ളതാണ് സിനിമ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കഴിഞ്ഞ് സിനിമ ഇഷ്ടപ്പെടണം. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇതെല്ലാം ഒരു റിസൾട്ടായിട്ട് വരുന്നത്. ഇപ്പൊ 10G മീഡിയ, അതായത് വിപിൻ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഇങ്ങനെയാണോ പറയുന്നത്? അതായത് ഇതൊരു ഫാമിലി മൂവി അല്ല, നമുക്ക് ഒരു 18 മുതൽ ഒരു 35 വരെയുള്ള ഈ സോ കോൾഡ് യൂത്തിനെ ടാപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം റിലീസ് ചെയ്താൽ മതി, അവരിൽ നിന്ന് പിന്നെ പതിയെ ഫാമിലി ജനറേറ്റ് ആവണമെങ്കിൽ അങ്ങനെ ആവട്ടെ. അതായിരുന്നു 10G യോട് ഉണ്ണിമുതൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ ഘടകം. അല്ല, ആക്ച്വലി ഇപ്പം ഞാൻ പറയാം, ഇപ്പം എൻ്റെ 10G മീഡിയ എൻ്റെ ഫേമാണ്. ഇപ്പം ഞാൻ ഉണ്ണിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ഞാൻ 2008 പൃഥ്വിയുടെ കൂടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 25+ സെലിബ്രിറ്റീസിനെ മാനേജ് ചെയ്യുന്നുണ്ട്, PR ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്, 10G എന്ന് പറയുന്ന കമ്പനിയുണ്ട്. അപ്പോൾ ഞാൻ 10G മീഡിയ എന്ന് പറയുന്ന കമ്പനി ചെയ്യുമ്പോഴത്തേക്കും നോർമലി എല്ലാ PR, ബ്രാൻഡിങ്, പ്രൊമോഷൻ കൺസൾട്ടൻറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്, പ്രോജക്റ്റ് ഡിസൈനിങ്. അപ്പോൾ ഈ 10Gയിലേക്ക് വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഈ സിനിമ എടുക്കുമ്പോഴത്തേക്കും ഉണ്ണിയുടെ PR-നേക്കാൾ ഉപരിയായിട്ട്, ഉണ്ണിയുടെ ബ്രാൻഡിങ്ങിനേക്കാൾ ഉപരിയായിട്ട് ഈ മൂവിയുടെയിലേക്ക് എടുക്കണം, അല്ലേ? നമ്മളൊരു മൂവിയുടെ ഒരു ഡിജിറ്റൽ കൺസൾട്ടൻ്റ് ആകുമ്പോൾ നമ്മൾ ഈ മൂവിയെ ടോട്ടലി എടുക്കണം. അപ്പോൾ മൂവി ടോട്ടലി എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു Day 1 തൊട്ട് ഞാൻ കൂടുതലുള്ള വ്യക്തിയാണ്. ഇത് ചിന്തിക്കുമ്പോൾ തൊട്ട് ഞാനും ഉണ്ണിയും ഇങ്ങനൊരു പടം ചിന്തിക്കുമ്പോൾ തൊട്ട് ഫ്രം Day 1 ഞാനുണ്ട്. അപ്പോൾ എനിക്കും ഉണ്ണിക്കും നമുക്കറിയാം ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ഫ്രം Day 1 ഉണ്ടായി വന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡ്യൂ കോഴ്സിലും നമുക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂവി ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്താണെന്ന് അറിയാൻ നമുക്കൊരു പ്രത്യേകിച്ചൊരു ഇത് വേണ്ട. പിന്നെ ഈ പറഞ്ഞ ഷെരീഫ് വന്നാണെങ്കിലും ഷെരീഫിനും നമ്മുടെ ഒരു സെയിം ഫ്രീക്വൻസി വൈബുള്ളൊരു വ്യക്തിയാണ്. ഉണ്ണിയും ഷെരീഫും ഹനീഫാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആക്ച്വലി എഡിറ്റർ ഷമീർ, നമ്മളെല്ലാം സെയിം ചിന്താഗതി, സെയിം വിഷൻ. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. ഇപ്പം നമ്മളൊരു ഐഡിയാസ് പറയുന്നു, അല്ലെങ്കിൽ അവരൊരു ഐഡിയാസ് പറയുന്നു, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എല്ലാം ഒരു ടീം വർക്ക്, ഭയങ്കര ഫ്രീ ആണ്. നമുക്ക് എന്ത് സംസാരിക്കാം, ഏത് സമയത്ത് സംസാരിക്കാം, ഇന്ന സമയമൊന്നുമില്ല. നമുക്ക് എനി ടൈം ഒരു ടേബിളിൽ തന്നെ ഡിസിഷൻ നടക്കും. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൺവെൻഷൻ രീതിയിൽ പ്രോട്ടോകോൾസ് ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എനി ടൈം ഓൺ ടേബിളിൽ തന്നെ ഡിസിഷൻ നടക്കും. നമുക്ക് ഇങ്ങനൊരു സംഭവം ഇങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം ഇന്ന സാധനം വിടാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് നടക്കും, ആ ഒരു ഡിസിഷൻ നടക്കുന്നു. സോ കോർ ഓഡിയൻസിനെ ടാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ ഒരു തീരുമാനമായിരുന്നു. അത് തീർച്ചയായിട്ടും അത് സക്സസ് ആയെന്നുള്ളതാണ്. അതിപ്പം 18+ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ഇതിൻ്റെ എന്ത് ടൈപ്പ് ഓഡിയൻസ് ആണ് എന്നുള്ളത്. ഈ ഫാമിലി ഓഡിയൻസ് അല്ല എന്നല്ല, 18+ ഉള്ള ഫാമിലീസ് പടം കാണുന്നുണ്ട്. കുട്ടികൾക്ക് പറ്റത്തില്ലെന്നേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഫാമിലീസിന് പറ്റത്തില്ലെന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫാമിലീസ് കണ്ടിട്ട് ഫീഡ്ബാക്സ് വരുന്നുണ്ടായിരുന്നു. സോ കോർ ഓഡിയൻസിൽ ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മളതിൻ്റെ കണ്ടൻസും സിനിമയും സംസാരിക്കപ്പെടുന്നത്. നമ്മൾ വി ഡിഡ്ന്റ് ഡു എനി റോങ് പ്രൊമോഷൻ സ്ട്രാറ്റജി. ഈ മാർക്കോൻ്റെ ഇപ്പോഴത്തെ നിലവിലെ കളക്ഷൻ്റെ അവസ്ഥ എന്താണ്? മാർക്കോയുടെ ബാക്കിയുള്ള ഭാവി ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ കൊറിയയിൽ റിലീസ് ആവുന്നു പറയുന്നു, മറ്റ് വിദേശ ഭാഷകൾക്ക് ഉൾപ്പെടെ ആ കണ്ടന്റ് പോകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ സ്ഥലത്തും ആക്ഷൻ വർക്കാവുന്ന ഒരു ഘടകം തന്നെയാണല്ലോ. മാർക്കോൻ്റെ ഭാവി എന്താണ്? ഇനി മാർക്കോ ഇപ്പോൾ 100 കോടി കഴിഞ്ഞ് നിൽക്കുന്നു വേൾഡ് വൈഡിൽ. നമുക്ക് ഇപ്പോഴും കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഹിന്ദി വേർഷൻ ഓടിക്കൊണ്ടിരിക്കുന്നു, തെലുങ്ക്, തമിഴിൽ റിലീസ് ചെയ്തു. വേൾഡ് വൈഡിൽ എല്ലായിടത്തും നന്നായിട്ട് ഓടിക്കുന്നു. സിംഗപ്പൂർ റിലീസായി ഇന്നലെ. അപ്പോൾ വേൾഡ് വൈഡ് നന്നായിട്ട് ഓടിക്കും. ഏത് ഭാഷയായിരിക്കും? എല്ലാ ഭാഷയുണ്ട്, എല്ലാ ഭാഷയുണ്ട്. വേൾഡിൽ എല്ലായിടത്തും എല്ലാ ഭാഷയും കിട്ടും. അപ്പോൾ ഏത് ആൾക്കാർക്കും ഏത് ഭാഷയും തിരഞ്ഞെടുക്കാം, കാണാം. പിന്നെ അവിടുത്തെ റേറ്റിംഗ് മാത്രം വ്യത്യാസം വരാം. ഫോർ എക്സാമ്പിൾ, എനിക്കൊന്ന് ഒമാനിൽ 13+ ആണ്, 18+ അല്ല. 13 വയസ്സുള്ള 14 വയസ്സുകാർക്ക് കാണാം, 13+ ആണ്. ഇപ്പോൾ സിംഗപ്പൂർ ഇറങ്ങിയത് 21+ ആണ്. അവർക്ക് അവിടെ 21+ ഉണ്ടെങ്കിൽ സിംഗപ്പൂർ കാണാൻ പറ്റത്തുള്ളൂ. സോ അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ഭാഷയും തിരഞ്ഞെടുത്ത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും പടം കാണാം. ഈ 21+ 13+ എന്നൊക്കെ പറയുമ്പോൾ കണ്ടന്റ് അതിൻ്റെതായ ട്രിമ്മിങ് നടക്കുമോ? ഒന്നുമില്ല. അത് അവിടുത്തെ സെൻസർ ബോർഡിന്റെ തീരുമാനമായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ സെൻസർ ബോർഡുകാർക്ക് 18+ ആണ് കൊടുത്തിരിക്കുന്നത്, റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അവിടെ അവർക്ക് കുഴപ്പമില്ലായിരിക്കും. സിംഗപ്പൂർ 21+ ആണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൊറിയയിൽ വരുന്നുണ്ട്. കൊറിയയിൽ ഉടനെ തന്നെ റിലീസാവും. അതൊരു വൈഡ് റിലീസാണ് വരിക. കാരണം വെച്ചാൽ കൊറിയയിലൊക്കെ ഒരു മലയാളം പടം എത്തിപ്പെടാന്ന് റിലീസാക്കാൻ പറ്റുമെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ബാഹുബലി പോലുള്ള പടങ്ങളൊക്കെ അവിടെ റിലീസാക്കിയപ്പം എനിക്കൊന്ന് 23-24 സ്ക്രീൻസിലൊക്കെ ആയിരുന്നു അവരൊക്കെ. ഇപ്പം നമ്മുടെ മൂവിയിൽ 100+ സ്ക്രീൻസിലൊക്കെയാണ് ഇനീഷ്യലി തന്നെ വരാൻ പോകുന്നത്. അപ്പം ആ ഭാഷയിലേക്ക് വരുമ്പോൾ കൂടുതലും നമ്മുടെ സിനിമയ്ക്ക് റീച്ചബിലിറ്റി കൂടും, ആ ഒരു ആൾക്കാർ കൂടും. വരട്ടെ, കൊറിയ മാത്രമല്ല, വരട്ടെ ജപ്പാൻ വരട്ടെ, ഹോങ്കോങ്, ചൈന തുറന്നു കിടക്കുകയാണ്, അല്ലേ? മലയാള സിനിമ എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ നമുക്ക് അഭിമാനിക്കാം. എത്രയും മാക്സിമം പോട്ടെ, എവിടം വരെ പോകാൻ പറ്റുമോ എവിടം വരെ പോട്ടെ. ഇപ്പോൾ സെൻസറിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞു വരുന്നൊരു കാര്യം, ഒരു ഏകദേശം ഒരു 8 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെയുള്ള ഫുട്ടേജ് ഒഴിവാക്കി
അത് കഴിഞ്ഞ് നിങ്ങൾക്ക് OTT-ൽ കാണാം, റിയാസ് ഖാന്റെ പോർഷൻസ് കഴിഞ്ഞ് OTT-ലാണ് വരാൻ പോകുന്നത് ഉൾപ്പെടെ ഷെരീഫ് പറഞ്ഞിരുന്നു. എന്തായിരുന്നു 8 to 10 മിനിറ്റുകൾ? ആ മിനിറ്റുകളുടെ പ്രത്യേകത ഈ വയലൻസിന്റെ എക്സ്ട്രീം ആവുന്നതായിരുന്നോ അതോ ലെങ്ത്തിന്റെ പ്രശ്നമായിരുന്നു? എന്തായിരുന്നു 8 to 10 മിനിറ്റുകളുടെ സത്യാവസ്ഥ? അല്ല, ആക്ച്വലി സെൻസർ 2 ടൈംസോളം സെൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻസറിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു എയർ റേറ്റഡ് മൂവി ആണെങ്കിൽ പോലും ഇന്റൻസിറ്റി ഓഫ് വയലൻസ് എന്ന് പറഞ്ഞൊരു സംഭവം അവർക്ക് ചെക്ക് ലിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം അത് നിങ്ങൾ എനിക്കൊന്ന് ആ സെൻസറിന്റെ പേപ്പർ നോക്കി തന്നെ കാണാം. ആ ഇന്റൻസിറ്റി പ്രശ്നം വരുന്നു, ചില സീനുകൾ പ്രശ്നം വരുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ചില ഒരുപാട് സീൻസുകൾ അതുകൊണ്ട് പോയിട്ടുണ്ട്. ട്രിം ആവേണ്ട വന്നിട്ടുണ്ട്, റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ബ്ലർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സീൻസുകൾ അങ്ങോട്ട് ചേഞ്ച് ചെയ്തു. അത് നമ്മുടെ ഇപ്പോൾ സെൻസർ ബോർഡ് നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളല്ല അതിൻ്റെ ആൾക്കാർ. അതെ, പിന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അവർ സർട്ടിഫിക്കേഷൻ എയർ റേറ്റഡ് തന്നിട്ട് പോലും അവർ ഇന്ന കട്ടുകൾ വേണം, ഇന്ന കാര്യങ്ങൾ വേണം എന്ന് അവർ നിർദ്ദേശിക്കുമ്പോൾ നമ്മളത് പാലിക്കുക എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റും. എയർ റേറ്റഡ് തന്നിട്ടും കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതാണ് ഈ പറഞ്ഞ ഇന്റൻസിറ്റി ഓഫ് വയലൻസിന്റെ ആയിരിക്കാം. ഇപ്പൊ എനിക്ക് എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി, ഞാൻ ഓൾറെഡി ആ പേപ്പറിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിൽ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് സെൻസർ ബോർഡിന്റെ തീരുമാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അൺകട്ട് വേർഷൻ കാണണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ടിൽ OTT റിലീസ്. മേ ബി OTT റിലീസ് വരുമ്പോഴത്തേക്കും നമുക്കൊരു അൺകട്ട് വേർഷൻ കൊടുക്കാൻ പറ്റിയേക്കും. അപ്പോൾ ഈ പറഞ്ഞ കട്ട് ചെയ്ത വേർഷൻ കൂടെ വരും, ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രിം ചെയ്തതും ഈ പറഞ്ഞ ഇന്റൻസിറ്റി ഓഫ് വയലൻസ് ഈ പറയുന്ന പോലെ വയലൻസിന്റെ നല്ല ഹെവി ഡോസിലുള്ള സാധനം അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ OTT കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ കാണാൻ പറ്റട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ തിയേറ്ററിൽ കാണാതിരിക്കണ്ട. ഇപ്പോൾ ഈ സിനിമയിലൊരു വല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഇതിന്റെ പ്രൊമോഷൻ ഘട്ടത്തിൽ. അതായത് ഫിസിക്കലി ഒരാൾ വന്നിട്ടൊന്നും പറയല്ല, പക്ഷെ ഡിജിറ്റലി ഒരു കമ്മ്യൂണിക്കേഷൻ ഓഡിയൻസ് ആയിട്ട് എപ്പോഴും നടക്കുന്നത് അത് വളരെ വിരളമായിട്ടേ സംഭവിക്കാറുണ്ടായിരുന്നുള്ളൂ. അതായത് ഇതിന്റെ പാട്ട് റിലീസ് ആയതിനു ശേഷം അതിന്റെ സിംഗറിനെ മാറ്റുക, ആളുകളുടെ അടിയിലത്തെ കമന്റ്സിനെ നോക്കിയിട്ട്. അതുപോലെ ഇപ്പൊ മാപ്പാപ്പ എന്നുള്ള സോങ് ബേബി ജിൻ പാടിയതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുക. 1.25 ഇട്ട് കേട്ടാൽ അടിപൊളിയാവുന്ന ആളുകൾ തുടരെ കമന്റ് ചെയ്യുമ്പോൾ സ്പീഡ് ചേഞ്ച് ചെയ്തിട്ടുള്ള വേർഷൻ വരിക. ആ ഐഡിയ അത് എവിടെ നിന്നായിരുന്നു? ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് വളരെ പുതിയതായിരുന്നല്ലോ. ഇതൊരു ഐഡിയ ഒന്നുമല്ല. ആക്ച്വലി മാർക്കോ എന്ന മൂവിക്ക് വിത്ത് ടച്ച്വുഡ് ആദ്യം തൊട്ടേ നല്ല ഹൈപ്പ് വന്നു. ഇതിൻ്റെ പോസ്റ്റേഴ്സ് ഇറങ്ങിയപ്പോഴാണെങ്കിലും ഇതിൻ്റെ ന്യൂസുകൾ വരുമ്പോഴും ഇതിൻ്റെ ഒരു കാസ്റ്റിങ്ങിൻ്റെ ലിസ്റ്റ് വരുമ്പോഴും ടെക്നീഷ്യൻസ് എല്ലാം കൊണ്ടും ഇതിനൊരു ഹൈപ്പ് ഓർഗാനിക്കായിട്ട് വന്നു. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി. അതിൻ്റെ നമ്മൾ ആദ്യമായിട്ടൊരു പ്രൊമോ സോങ് വിട്ടപ്പോഴാണ് ഡബ്സിയെ കൊണ്ട്, ഇന്നത്തെ ട്രെൻഡിങ് നിൽക്കുന്ന ഡബ്സിയെ കൊണ്ട് ആണ് പാടിച്ചത്. അത് ഷെരീഫിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു, പ്രൊഡക്ഷനിലൊരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് രവി ബസ്റ്റൂർ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ നമുക്കെല്ലാവരും ഭയങ്കര ആകാംക്ഷയോട് നോക്കുന്നത് രവി ബസ്റ്റൂറിൻ്റെ സംഗീതത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് സെറ്ററായ ഡബ്സി പാടുന്നു. ആ പാട്ട് നമ്മൾ റിലീസാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഡബ്സിയുടെ ഫാൻസോ അല്ലെങ്കിൽ ഡബ്സി എന്തോ എനിക്കറിയില്ല, ഡബ്സിയുടെ വോയിസ് മാച്ച് അല്ല അല്ലെങ്കിൽ മറ്റെന്തോ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ കുറേ കമൻസുകൾ വന്നപ്പോൾ അത് പ്രൊഡക്ഷൻ എടുത്ത കോളാണ്. അപ്പം അങ്ങനെ ആൾക്കാരെ മൊബൈലിലേക്ക് എടുത്തു എന്നുള്ളതാണല്ലോ അതിൻ്റെ. അപ്പോൾ മൊബൈലിലേക്ക് എടുത്തു. അങ്ങനെ എടുത്തപ്പോൾ വേറൊരു വേർഷൻ, ഓഫ് കോഴ്സ് സന്തോഷ് വെങ്കി എന്ന് പറഞ്ഞ ആൾ രവി ബസ്റ്റൂറിൻ്റെ കൂടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, KGF-ലും ഒക്കെ പാടിയിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു വേർഷൻ ഓൾറെഡി ഒരു പാടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിയുടെ ആ വേർഷനും ഓൾറെഡി ആയിരുന്നു. അപ്പോൾ അത് ആൾക്കാരെ മാനിച്ച് നമ്മൾ ഡബ്സി റീപ്ലേസ് ചെയ്തിട്ടില്ല. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു വേർഷൻ കൂടെ ഇറക്കുന്നു. അത് നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ പറ്റി. അതൊക്കെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ധൈര്യമാണ്. അത് ഞാൻ പറഞ്ഞാൽ അതൊരു ചാലഞ്ചാണ്. ഒപ്പം തന്നെ ആൾക്കാരെ നമ്മൾ മാനിക്കുക എന്നുള്ളതല്ലേ. പ്രേക്ഷകരുടെ കമൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. വേറൊരു വേർഷൻ ഇറക്കി. ബട്ട് അത് വിത്ത് ഗോഡ് ബ്ലസ് ഇന്ത്യയിലെ ട്രെൻഡിങ് നമ്പർ 1 ഉം 2 ഉം ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് പെർസെപ്ഷനാണ്. ഇപ്പം നിങ്ങൾക്ക് ഡബ്സിയുടെ വോയിസ് ആയിരിക്കും ഇഷ്ടം, എനിക്ക് മറ്റേ വോയിസ് ആയിരിക്കും ഇഷ്ടം. ആർക്ക് വേണമെങ്കിലും എന്തും കേൾക്കാം. നമ്മൾ രണ്ടുപേരും റെസ്പെക്ട് ചെയ്യുന്നു. രണ്ടുപേരും നമുക്ക് വേണ്ടി പാട്ട് പാടി നന്നായിട്ട് പാടിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടും നമ്മൾ ഇറക്കിയത്. ഇപ്പോൾ പണ്ട് കാലത്തും ഇല്ലേ ഒരു സിനിമയിൽ യേശുദാസും ചിത്രയും ഒരേ പാട്ട് പാടിയിട്ടുണ്ട്. അല്ലേ, അത് നമ്മൾ രണ്ടുപേരും പാടിയ ചരിത്രങ്ങളുണ്ട്. യേശുദാസും ജയചന്ദ്രനും പാടിയ പാട്ട് ഒരേ പാട്ട് പാടിയ ചരിത്രമുണ്ട്. അപ്പോൾ അതുപോലെ വിചാരിച്ചാൽ മതി. അതിനകത്ത് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്നുള്ളതല്ല, നമ്മൾ നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളത് ചെയ്യാൻ പറ്റി. അതൊരു പ്രൊഡക്ഷൻ്റെ കോളാണ്. അത് വലിയ ചാലഞ്ചും കൂടാണ്. അത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അത് പ്രൊഡക്ഷനുള്ള. ഇപ്പോൾ മാർപ്പാപ്പയാണെന്നുണ്ടെങ്കിൽ മാർപ്പാപ്പ ഇറങ്ങിയപ്പോഴാണ് 1.25 കേട്ടാൽ നന്നായിരിക്കുന്ന കമൻസ് വന്നു. അപ്പോൾ നമ്മളിതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം എഗെയിൻ അതൊരു മ്യൂസിക് ലേബലും പ്രൊഡക്ഷൻ്റെയും തീരുമാനമാണ്. അവർക്കത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വേർഷൻ ഇറക്കി നോക്കാം. ഉടനെ അത് നമ്മൾ ഇറക്കുന്നു. അത് നല്ലതല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രേക്ഷകർക്ക് പറയുന്ന ഫീഡ്ബാക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലെവൽ വരെ ചെയ്യാം. ഇപ്പം സിനിമ ഇറക്കുന്നതിന് വരെ നമ്മുടെ കയ്യിൽ എന്തും ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പ്രേക്ഷകർ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. കാരണം ഈ സിനിമയ്ക്ക് ഒരു രീതിയിലും നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വെരി ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ. ആൻഡ് വി വിൽ അഡ്രസ് ഓൾ കമൻറ്റ്സ്. നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ട എല്ലാ കമൻറ്റ്സും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അവരുടെ
നമ്മൾ ആദ്യം തൊട്ടേ ഗ്യാരണ്ടി ചെയ്യും. നിങ്ങളുടെ പ്രതീക്ഷ എന്താണോ, നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണോ അത് മീറ്റ് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥനാണ്. സിനിമ ഇറങ്ങുന്ന വരെ സിനിമ ഇറങ്ങി തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലാണ്. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു, സന്തോഷം. ഏകദേശം ഒരു 15 വർഷത്തോളം വിപണി ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു ഇതിന്റെ ക്വാളിറ്റിയിൽ എന്ന് പറയുമ്പോൾ ഇതിന് മാത്രം ഒരു കോംപ്രമൈസ് ഇല്ലാതെ ചെയ്ത എന്തെങ്കിലും ഒരു എലമെന്റ്സ് ഒന്ന് പറയാമോ? അല്ല, ഇപ്പം നമ്മൾ ഓരോ സിനിമയ്ക്കും ഓരോ സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ പല സിനിമയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം പൃഥ്വിയോട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉറുമി എന്ന് പറഞ്ഞ സിനിമയിലോട്ട് സാധനമാണ് ഇപ്പോൾ ഒരു പ്രൊമോഷൻ. അന്നൊക്കെ സോഷ്യൽ മീഡിയ ആയി വരുന്നേ ഉള്ളൂ. സോഷ്യൽ മീഡിയ പ്രൊമോഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം അങ്ങനെയാണ്. അപ്പോൾ അന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു മീഡിയയിൽ നിന്ന് വന്നിട്ട് ഇത് പ്രൊമോഷനിലേക്ക് വന്ന ഒരാളല്ല. ഞാൻ വന്നതിന് ശേഷമാണ് മീഡിയസ് വരുന്നത്. നമ്മളാണ് മീഡിയസിൽ യൂസ് ചെയ്യുന്നത്, നമ്മളാണ് മീഡിയസിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് മീഡിയാസ് വന്നു, കാര്യങ്ങൾ വന്നു. അപ്പോൾ നമ്മളതിനെ സോഷ്യൽ മീഡിയ പ്രോപ്പറായിട്ട് അന്ന് യൂസ് ചെയ്യാൻ പഠിച്ച് നമ്മൾ ഡിജിറ്റൽ പ്രൊമോഷനെ പറ്റി പറയുമ്പോൾ അന്നത്തെ പല പ്രൊഡ്യൂസേഴ്സൊക്കെ ഭയങ്കര കൺവെൻഷണൽ പ്രൊമോഷൻ ഇതെന്താണ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കുറേ പ്രൊഡ്യൂസേഴ്സൊക്കെ നമ്മൾ പറയുമ്പോൾ കൺവിൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്കിത് നോക്കാം, ട്രൈ ചെയ്യാം. പക്ഷെ വളരെ കുറച്ച് പേര് പറയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അതൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടോ. പക്ഷേ അങ്ങനത്തെ ചാലഞ്ചസൊക്കെ നമുക്ക് അന്ന് ഒരുപാട് മീറ്റ് ചെയ്യാൻ പറ്റി, നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ വന്നു. പിന്നെ എല്ലാ സിനിമയും എടുക്കുന്ന എല്ലാ മേക്കേഴ്സിനെയും പ്രൊഫഷനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്കെല്ലാം ഒരു നല്ല ചിത്രം ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. ദർ ഇസ് നോ സക്സസ് ഫോർമുല. ഒരു സിനിമ ഉണ്ടാക്കാൻ സക്സസ് ഫോർമുല ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ എല്ലാവരും ബ്ലോക്ക് ബസ്റ്റേഴ്സിലും ഉണ്ടാകും. പക്ഷേ നമ്മൾ ചെയ്ത മൂവി നമ്മുടെ ആ മൂവിയുടെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കി അതെങ്ങനെ റീച്ചാക്കി ആൾക്കാരെ കാണിക്കാം, അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. എങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെ, നമ്മളൊരു പടം ചെയ്യുന്നു, അതിൻ്റെ ഒരു ഫോർമുല ഒന്നും ഇല്ലെങ്കിൽ പോലും, പക്ഷേ ദർ ഇസ് എ ഫോർമുല ആൻഡ് ദർ ഇസ് എ ടാക്ടിക്സ്. അപ്പോൾ ഈ പ്രൊമോഷൻ കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പണ്ട് തെലുങ്കിലും തമിഴിലും മറ്റുള്ള ഭാഷയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്, മലയാളത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചതാണ് ഫ്രം ഡേ വൺ തൊട്ട് പ്രോജക്റ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് നമ്മൾ. അല്ലാതെ ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു റിലീസിന് തൊട്ട് ലാസ്റ്റ് മൊമെന്റിൽ ജോയിൻ ആവുന്ന ഒരാളാവരുത്. പക്ഷേ ഇഫ് യു ഹാവ് ടു സെൽ എ പ്രോഡക്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എ പ്രോഡക്റ്റ്. അല്ലേ, ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിംഗ് പേഴ്സൺ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മളൊരു പേന വിൽക്കാനെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പേനയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. അല്ല, എൻ്റെ ഒരു പേനയുണ്ട്, അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്തിനു മേടിക്കാൻ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മേടിക്കണമെന്നില്ല. അപ്പോൾ ആ പ്രോഡക്റ്റിന് കൂടെ സഞ്ചരിക്കണം. അതിനാണ് ഞാൻ ഇപ്പോഴും താല്പര്യപ്പെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോഴത്തേക്കും എല്ലാ സിനിമയ്ക്കും നമുക്കൊരു ഫ്രീഡം തരണം. ആ ഒരു ഫ്രീഡം കൂടെ കിട്ടണം. ഫ്രം ഡേ വൺ കൂടെ നിന്ന് നമുക്ക് നമ്മളെ ഡിസ്കസ് ചെയ്ത് ഈസ് എ ടീം വർക്ക്. പിന്നെ ഞാൻ ഇപ്പോഴും ഞാൻ പറയാം, ദർ ഇസ് നോ മാജിക്, വൺ മാൻ ഷോ, മാജിക് ഒന്നുമില്ല. ഇത് ഡിസ്കഷനിലൂടെയും നമ്മുടെ സപ്പോർട്ട് ഈസ് ഗിവ് ആൻഡ് ടേക്ക്. ഒരു വലിയൊരു ടീം ഉണ്ടാവണം, നമുക്ക് ഡിസ്കഷൻ ഉണ്ടാവണം, ഓഫ് കോഴ്സ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. അപ്പം ഇത് എല്ലാ സിനിമയ്ക്കും നമുക്ക് കിട്ടണമെന്നില്ല, പക്ഷെ പല സിനിമയ്ക്കും നമുക്ക് ഫ്രീഡം തരുന്നുണ്ട്. അത് വർക്കാവും, ചിലത് വർക്കാവണമെന്നില്ല. എന്നാലും ഇപ്പോൾ ഈ മാർക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, മാർക്കോയിൽ ഒരു രീതിയിലുള്ള കോംപ്രമൈസും വിട്ടുവീഴ്ചയും തയ്യാറാവാതെ, കാരണം ബിക്കോസ് മാർക്കോ ഹാവ് ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എ റേറ്റഡ് മൂവിയെന്ന് നമുക്ക് ആദ്യമേ അറിയാം, മനസ്സിലായി. അതൊരു വലിയൊരു ഇതാണ്. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു ഫാമിലി, എസ്പെഷ്യലി ഞാൻ പറയുന്ന ഒരു ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്ന കിഡ്സും കൂടാണ്. കിഡ്സ് ഉൾപ്പെടുന്ന ഒരു ഫാമിലീസിനെ ടാപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമ, ഇത്രയും മുതൽ മുടക്കിൽ വരുന്നൊരു സിനിമ. ഇതൊരു KGF ബാഹുബലിയോ അല്ലെങ്കിൽ രാജമൗലി പടമോ അല്ലെങ്കിൽ ഒരു മമ്മൂക്ക മോഹൻലാൽ പടം പോലെ അല്ല. ഇത്രയും മുതൽ മുടക്കിൽ വരുന്നൊരു സിനിമ, എ റേറ്റഡ് ആണ്, ഫുൾ ഓൺ ആക്ഷനിലാണ് പറയുന്നത്. നമ്മളിതൊന്നും പറഞ്ഞിട്ടില്ല, ലോകത്ത് ഇന്നുവരെ കഥ പറയാത്തൊരു കഥയാണ്. അങ്ങനെ ഒന്നും നമുക്ക് ഇതില്ല. അപ്പോൾ ആ ചാലഞ്ചിൽ വരുന്നതുകൊണ്ട് ഈ ചാലഞ്ചിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നല്ല പ്രോഡക്റ്റ്, നല്ല സൗണ്ടിങ്, നല്ല കളർ ഗ്രേഡിങ്, എല്ലാം കൊണ്ടും. ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ വയലൻ്റ് ആക്ഷൻ മൂവി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് സേവ് ആ വേർഡ്, ആ ടാഗിൽ കറക്റ്റ് ആയിരിക്കണം. വയലൻസ് ഉണ്ട്, കറക്റ്റായിട്ട് ചേരുമ്പടി ചേർത്ത് അതിനൊരു റെസിപ്പി, ആ റെസിപ്പി കറക്റ്റായിരിക്കും. ആക്ഷൻ ഒരു ക്വാളിറ്റി ഇല്ല. കല കിങ്സണാണ് ആക്ഷൻ ചെയ്തത്, 7ഓളം ആക്ഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇതിൻ്റെ ഒരു ബിസിനസ് കട്ട് കണ്ട ഒരു ടീമിൻ്റെ ഒരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ലൈക്ക് വണ്ടറിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CG ഒന്നും ചെയ്യാത്തൊരു വേർഷൻ കണ്ടിട്ട് അവർ പറഞ്ഞത് ഫസ്റ്റ് ടൈം ദേ ആർ സീയിങ് ഹീറോ ഫൈറ്റിങ്. ഡ്യൂപ്പില്ല, ഒന്നുമില്ല, ഉണ്ണിക്ക് ഡ്യൂപ്പില്ല ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ ഫൈറ്റ് ചെയ്യുന്ന അവരെ നേരിട്ട് കാണുക. അപ്പോൾ അങ്ങനെ ഒരു നോക്കുമ്പോഴത്തേക്കും അവർ ഞെട്ടിപ്പോയി. നിർബന്ധമല്ല പറയുന്നത്, മറ്റുള്ള ചെയ്യുന്ന ആക്ടേഴ്സിന് ഹീറോസ് അങ്ങനെയൊക്കെ ഉള്ള ഹീറോസ് ഉണ്ടാവണം. പക്ഷേ അവർ പറഞ്ഞൊരു കമൻറ്റാണ്, കുറേ നാൾ ശേഷം അവർ കണ്ട് ഞെട്ടിപ്പോയി, ഇതെങ്ങനെ നിങ്ങളിതിങ്ങനെ നമ്മൾ CG ചെയ്യാത്തൊരു വേർഷൻ അവർ കാണുന്നു. സോ അത് നല്ല പോസിറ്റീവ് കമൻറ്റാണ്. അത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ സംഭവം. 7 ആക്ഷനും ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ എല്ലാ രീതിയിലുള്ള സാധനങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ സിനിമയ്ക്ക് മാർക്കോയ്ക്ക് അങ്ങനെ എല്ലാം നന്നായി സംഭവിച്ചു എന്നുള്ളതാണ്. വന്നു വീഴുക എന്ന് പറയുന്നില്ല. അത് എഗെയിൻ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ സപ്പോർട്ട്. ഒരു മൂവി ചെയ്യാൻ കൂടെ നിൽക്കുക എന്നുള്ളതല്ല, മൂവി ചെയ്ത് ആൾക്കാരിൽ എത്തിക്കുന്നിടം വരെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ്, നമ്മളെ മനസ്സിലാക്കി തരുന്ന പ്രൊഡക്ഷൻ ഹൗസ്, ഒരു ടീം വർക്കാണ്. ഡയറക്ടറാണെങ്കിലും ഹീറോ ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് ഒരേ പേജിലായിരിക്കണം. അല്ലാതെ എല്ലാവരും പല പല സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്. സോ അതിവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ മാർക്കോ അനൗൺസ് ചെയ്ത ഘട്ടത്തിലും അതിൻ്റെ പോസ്റ്റർ വന്നപ്പോഴും പിന്നെ ഈ മാർക്കോ എൻ്റെ സിനിമയാണെന്നൊക്കെ പറയുന്ന സമയത്തും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടീമിനെയാണ് കേട്ടോ, എവിടെയോ ഒരു അപഹാസ്യകരമായിട്ടൊരു പുച്ഛം ഉണ്ടായിരുന്നു ഇതിന്റെ മുകളിൽ ഒരു സർഫസിലൂടെ. അത് ആളുകൾ അത്ര കാര്യമാക്കി എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചെറിയൊരു ചിരി ഉണ്ടായിരുന്നു. ഒരു സൈഡ് ദ ലൈൻ ചെറിയ ആക്രമിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നവരുണ്ടായിരുന്നു. അവിടേക്കാണ് ഈ ടീസർ വന്നു വീഴുന്നത്. അതോട് കൂടിയിട്ട് പറഞ്ഞ പോലെ ഉണ്ണിമുന്തനെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ചില ആളുകൾ പോലും വണ്ടർ അടിച്ച് ഇത് ഗംഭീരമാണെന്ന് പറയുന്ന ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഈ മാർക്കോയ്ക്ക് റിലീസിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന ആ ഒരു ക്രൗഡ് ഉണ്ടല്ലോ, അതായത് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരു ക്രൗഡ്, അവരെ പറ്റി അവെയർ ആയിരുന്നു? അത് പറഞ്ഞാൽ ഇപ്പം ഒരു ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ, ഈ ഡിസേർവ് ദിസ് ബിഗ് സക്സസ് ആൻഡ് വിക്ടറി. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഇപ്പം മാളികപ്പുറം റിലീസാകുന്നതിൻ്റെ തലേദിവസം എനിക്കിതുപോലെ മാളികപ്പുറം റിലീസാകുന്ന തലേദിവസം വരെ എനിക്കും ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ ആൾക്കാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് ഓക്കെ ആവോ, എന്താവോ, കറക്റ്റാണോ മറ്റോ. അപ്പം ഞാൻ അവരോട് മാളികപ്പുറത്തിൻ്റെ തലേദിവസം രാത്രി 8-9 മണിക്ക് എനിക്ക് കോൾസ് വരുമ്പോൾ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നാളത്തെ ഫസ്റ്റ് ഷോ തീയതി വരെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എന്തും വന്നോട്ടെ, ഇതെല്ലാം ഫസ്റ്റ് ഷോയിൽ അവിടെ നിങ്ങളുടെ സംശയം തീരും. യു വിൽ എവരിവൺ വിൽ ലവ് ദ മൂവി. അതാണ് മാളികപ്പുറം സംഭവിച്ചത്. അതുപോലെ തന്നെ മാർക്കോയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് എനിക്കറിയാം അങ്ങനെ ഉണ്ടാവാം, സംശയം വെച്ചിട്ടും ഹേറ്റേഴ്സും അതിലൊക്കെ ഉണ്ടാവും. അത് ഒന്നും പറയാൻ പറ്റില്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ആൾക്കാർ ഈ പറഞ്ഞ വട്ടം കൂടി ആക്രമിക്കാൻ ഇരിക്കുന്നുണ്ടാവാം, ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു, ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കിയിരുന്നത് നമ്മുടെ ഒരു വീഴ്ച കാണാൻ, എന്തെങ്കിലും പറ്റിയാൽ ആക്രമിക്കാം എന്നായിരിക്കും. ഞാൻ അത് നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടെ ഫാൻസ് ആക്കുന്നതാണ്. അവരായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ അംബാസഡേഴ്സ്. നമ്മുടെ മാർക്കറ്റിംഗ് അംബാസഡേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓരോരുത്തരും ഈ പടത്തിനെ പറ്റി 1 വരി എഴുതുന്നു, 2 വരി എഴുതുന്നവരെല്ലാം ഞാൻ പറയുന്നത് അവരൊക്കെയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അതൊക്കെ ഓർഗാനിക്കായിട്ട് വരുന്ന മൗത്ത് പബ്ലിസിറ്റിയാണ്. ആ മൗത്ത് പബ്ലിസിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാരി ചെയ്താൽ മാത്രമേ, ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് അസോസിയേറ്റ്സ് ചെറിയ ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വൃത്തിക്ക് പണിയെടുത്തു. കാരണം വെച്ചാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം വെച്ചാൽ ഇപ്പം കിട്ടുന്ന ഒരു ഹൈപ്പും ആ ഒരു വേർഡ് ഓഫ് മൗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ്. അത് വൃത്തിക്ക് അങ്ങ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഒരു ഗിമ്മിക്സും കാണിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ പടം എന്താണെന്നുള്ളത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആക്രമിക്കാനുണ്ടാകുന്നവരെല്ലാം അങ്ങനെ നിശബ്ദരായെന്നുള്ളതാണ്. അത് നല്ലതാണ്, അവർക്ക് പടം ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ, നല്ലതല്ലേ. റിലീസിന്റെ അന്ന് വനിതാ ദിനത്തിലേക്ക് ഉണ്ണിമുകുന്ദൻ വന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിന്റെ ജേണിയെ പറ്റി പറയുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഗുജറാത്തിൽ അദ്ദേഹം 1 മാസം വർക്ക് ചെയ്താൽ അദ്ദേഹത്തിന് 2 ദിവസം ഓഫ് കിട്ടും. അതായത് മുഴുവനുമായ അറ്റൻഡൻസ് കംപ്ലീറ്റ് ചെയ്താൽ 2 ദിവസം ഓഫ് കിട്ടും. അപ്പോൾ 4 മാസം തുടരെ വർക്ക് ചെയ്തിട്ട് 8 ദിവസത്തെ ഒരു ഓഫ് എടുത്തിട്ട് അദ്ദേഹം ട്രെയിൻ കയറി ഇങ്ങോട്ടേക്ക് വരികയാണ് സിനിമ അന്വേഷിക്കാൻ വേണ്ടി. ഒരു ആക്ടർ ആവാനുള്ള ഒരു അന്തർദാഹം അവിടെ വളരെ വ്യക്തമാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളിലേക്കാണ് ഏതെങ്കിലും ഒരു സിനിമ, കുറച്ച് സിനിമകൾ വിജയിക്കുന്നു, അതിലെവിടേക്കോ ഈ ഡിവൈൻ എലമെന്റ് വരുമ്പോൾ സമാജം സ്റ്റാർ, ഭക്തി സ്റ്റാർ എന്നുള്ള പേരുകൾ ഉൾപ്പെടെ വരുന്നു, ആക്രമണം വരുന്നു, ഒരു പാർട്ടിയുമായി ചേർത്ത് അദ്ദേഹത്തിന്റെ പേര് പറയുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ ഉണ്ണിയുടെ കൂടെ വന്നിട്ടുള്ള ആളാണല്ലോ. ഉണ്ണിയുടെ ഫോക്കസ് അല്ലെങ്കിൽ ഉണ്ണിയുടെ മാനസികാവസ്ഥ ഈ ഘട്ടങ്ങളിലൊക്കെ എന്തായിരുന്നു? ഉണ്ണി ബേസിക്കലി സെൻസിറ്റീവ് പേഴ്സൺ ആണ്. ഉണ്ണി പറഞ്ഞ പോലെ ഗുജറാത്തിൽ പഠിച്ചു വളർന്നു, പുള്ളിയോട് ജോലി ചെയ്തു. പുള്ളിക്ക് മെയിൻലി കേരള കൾച്ചർ കാര്യങ്ങളൊക്കെ പുള്ളി എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ പഠിച്ചത്. അതിനേക്കാൾ ഉപരിയായിട്ട് കേരളക്കാരെ പഠിച്ചത്. കാരണം ഉണ്ണി തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ വളരെ ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് ഈ ദ്വയാർത്ഥം ഒന്നും അറിയില്ല, ഡബിൾ മീനിങ് അറിയില്ല. മലയാളത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ പുള്ളിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അന്നത്തെ ഇഷ്യൂ. പക്ഷേ പുള്ളി അതിനുശേഷം ആ ഒരു പാഷൻ ഡ്രിവൺ ആണല്ലോ, സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണമെന്ന് പുള്ളിക്ക് ഭയങ്കര ഒരു കൊലവെറി ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ഒരു സമയത്ത് ഇനി സിനിമയാണെന്ന് ഫൈനലൈസ് ചെയ്ത സമയത്ത് പുള്ളി സ്വന്തമായിട്ട് പഠിച്ചെടുത്താണ് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ പുള്ളി സ്വന്തമായിട്ട് പഠിച്ചെടുത്താണ്. ഇവിടെ വന്ന് മലയാളത്തിൽ വന്ന് അഭിനയിച്ച് ഇത്രയും കുറേ വളരെ പ്രഗത്ഭരായ ഡയറക്ടേഴ്സ് നിർമ്മാതാക്കളുടെ കൂടെ അഭിനയിച്ചു. ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ വന്നു, ഒരു കോക്കസിൽ പെടാതെ, ഒരു കോക്കസോ ഗ്രൂപ്പിസമോ ഒന്നുമില്ലാതെ
ഹീസ് ഫ്രണ്ട്ലി ടു എവരി വൺ, ഹീസ് ഓപ്പൺ ടു എവരി വൺ. ഇപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാത്തരം പടങ്ങളും പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു എപ്പോഴും ഒരു സ്റ്റാർസിന് ഒരു ഫേസ് ചേഞ്ച് എപ്പോഴും ഉണ്ടാവും. അത് എല്ലാ സൂപ്പർ സ്റ്റാർസിനും എല്ലാ സൂപ്പർ താരങ്ങൾക്കും ഒരു ഫേസ് ചേഞ്ചിങ് ഒരു സമയം ഉണ്ടാവും. അത് ഉണ്ണിക്ക് വന്നത് മേപ്പടയാനിലൂടെയാണ് ഒരു ഫേസ് ചേഞ്ചിങ് മോഡ് വന്നത്. അപ്പോൾ അത് വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാൻ എപ്പോഴും ഉണ്ണിയോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ആർ ടു സെൻസിറ്റീവ്. എനിക്ക് അതിപ്പോൾ ഓരോരുത്തരുടെ നേച്ചറാണ്. പക്ഷെ നമുക്ക് കാര്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചിന്തിക്കാം, മനസ്സിലാക്കാം, സംശയങ്ങൾ ചോദിക്കാം, സംസാരിക്കാം. നമുക്ക് കൂടുതൽ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും. അപ്പം ഉണ്ണി ഈസ് എ ഗുഡ് ലിസണർ, പഠിച്ചെടുക്കുന്ന വ്യക്തിയാണ്. ഈ പറഞ്ഞ ഉണ്ണി പൃഥ്വിയെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പൃഥ്വികാരനും ഉണ്ണി എല്ലാവരെയും, ഇപ്പോൾ മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂക്കയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ പുള്ളി കുറച്ചുകൂടെ കേരളത്തിൽ നിന്നുകൊണ്ട് കേരള സിനിമയും കേരളക്കാരെയും മലയാള സിനിമയും കേരളക്കാരെയൊക്കെ പഠിച്ചെടുത്തപ്പോൾ പുള്ളിയായിട്ട് സ്വന്തമായിട്ട് ഒരു മോൾഡ് ചെയ്തെടുത്തൊരു ക്യാരക്ടറുണ്ട്. എന്ന് വെച്ചിട്ട് പുള്ളിയുടെ ബേസ് ക്യാരക്ടർ ഒന്നും മാറിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് എന്തും പറയാം, ആൾക്കാർക്ക് ഈ പറഞ്ഞ കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിനകത്തൊരു ബേസിക് സംഭവം ഉണ്ടെന്ന് ഞാൻ വെച്ചാൽ നമുക്കൊരു വളർച്ച ഉണ്ടെങ്കിൽ നമുക്ക് ഹേറ്റേഴ്സ് വരും, നമുക്ക് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വളർച്ച ഉണ്ടെന്ന്. ഇത് വൈസ് വേഴ്സയാണ്. അപ്പോൾ ഇതൊരു എന്ന് വെച്ചാൽ നമ്മൾ ഹേറ്റേഴ്സ് ഉണ്ടാക്കാന്നുള്ളതല്ല, അങ്ങനെയാണ് എപ്പോഴും അല്ലേ. ഇപ്പോൾ അംബാനിക്കും ഹേറ്റേഴ്സ് ഉണ്ട്, ഈ പറയുന്ന എലോൺ മസ്കിനും ഉണ്ട്. അപ്പോൾ അത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ്. അൾട്ടിമേറ്റ്ലി എന്നെ സംബന്ധിച്ച് ആസ് എ പ്രൊമോഷൻ പേഴ്സൺ ഞാൻ പറയുന്നത് വെച്ചാൽ എൻഗേജ്മെൻ്റ് ആണ് അല്ലേ. നമ്മളെപ്പറ്റി ചീത്ത പറയുന്നത് നല്ലത് പറയുന്നത് നമ്മളെപ്പറ്റി ഒരു 10, 50 പേര്, 500 പേര്, 1000 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മളെപ്പറ്റിയല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്ന് വീട്ടിലാത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെപ്പറ്റി ആരും ഒന്നും പറയത്തില്ല. ദാറ്റ് മീൻസ് യു ഡോണ്ട് ഹാവ് എനി ഗ്രോത്ത്. അപ്പോൾ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഹേറ്റേഴ്സ് വരും. ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വളരുന്നുണ്ട് കേട്ടോ എന്നാണ്. പിന്നെ നമ്മൾ കുറച്ച് മനസ്സിലാക്കി പോകണമെന്നുള്ളൂ. സോ ഉണ്ണി ഇപ്പം ഒരുപാട് പഠിച്ചു, ഒരുപാട് ചേഞ്ചായി. പുള്ളിയുടെ ബേസിക് നേച്ചർ ഒന്നും മാറിയെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് പുള്ളിയുടെ വിഷൻ കിടുവാണ്. ഇനിയിപ്പോൾ മലയാള സിനിമയിൽ നമുക്ക് പുള്ളിയുടെ ആയിട്ടുള്ള വിഷൻ വരുന്ന സിനിമകൾ കാണാൻ പറ്റും. നമുക്ക് നല്ലതല്ലേ, നമ്മുടെ ഒരു മലയാളം സ്റ്റാർസ് മറ്റുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഒരു ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ നല്ലതല്ലേ. അപ്പോൾ അത് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെയൊക്കെ വിഷൻ അത് തന്നെയല്ലേ. ഇതൊക്കെ തന്നെയല്ലേ എപ്പോഴും പൃഥ്വിരാജ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും ദുൽഖർ ആണെങ്കിലും ഫഹദ് ആണെങ്കിലും ഇവരൊക്കെ പറയുന്നത് എന്താണ്, ഇതൊക്കെ ഒരു പേഴ്സണൽ അച്ചീവ്മെൻറ്റിനേക്കാൾ ഉപരിയായിട്ട് മലയാള സിനിമയുടെ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണും അല്ലേ. ഒരു വൈഡായിട്ട് ആലോചിക്കും, നമ്മുടെ സിനിമ ഇപ്പോൾ എവിടെയൊക്കെ റിലീസാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ, എത്ര പേര് കാണുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കോവിഡിന് ശേഷമാണ് OTT മലയാളം പടം കാണുന്നതെന്ന് മറ്റുള്ള ഭാഷക്കാർ പറയുന്നു. അപ്പോൾ നമ്മുടെ സിനിമ സഞ്ചരിക്കുകയാണ്. ഇന്നിപ്പോൾ അവർക്ക് ഇപ്പം ബോളിവുഡ്, പണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞാൽ ബോളിവുഡാണ്. അതെ, ഇപ്പം അത് മൊത്തത്തിലേ മാറി. ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ തെലുങ്ക്, കന്നഡ, മലയാളം എല്ലാം ആയി. അതിനകത്ത് ഒരെണ്ണമായി മാറി ബോളിവുഡ് എന്ന് പറയും. അപ്പം അത് നല്ലതല്ലേ. അപ്പം സിനിമ സഞ്ചരിക്കട്ടെ. സിനിമ സഞ്ചരിക്കാൻ ഉണ്ണിക്കോ ആരാണ് ഏത് സ്റ്റാർസിനാണെന്നുണ്ടെങ്കിലും അതിനുള്ള അവർ കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരെത്തിക്കട്ടെ, അത് നല്ലതാണ്. ഇപ്പോൾ ഉണ്ണിമുത്തൻ ഈ സിനിമയുടെ അകത്ത് ഇട്ടിട്ടുള്ള ഒരു ഹാർഡ് വർക്കിനെ പറ്റി എടുത്തു പറയേണ്ട ഒരു ഘടകമുണ്ട്. കാരണം ഈ ക്ലൈമാക്സിന് അദ്ദേഹത്തിന്റെ ഈ ബോഡി റിവീൽ ചെയ്യുന്ന സീൻസിന് വേണ്ടി മാത്രം അദ്ദേഹം ഒരു സ്പെഷ്യൽ ഡയറ്റ് എടുക്കുകയും അവിടെ ഒരു ബ്രേക്ക് എടുക്കുകയും അവിടെ വർക്ക്ഔട്ട് ചെയ്യുകയും, ആ ദിവസം വാട്ടർ കട്ടാണല്ലോ. കാരണം ഈ ആപ്സ് മസിൽസ് കാണുകയും വേണം, ഈ 10-100 പേരെ ഇടിക്കുകയും വെടിവെക്കണം, അവരെ വധിക്കുകയും വേണം. അപ്പൊ ആ സമയത്ത് അദ്ദേഹം കാണിച്ചിരുന്ന ഒരു ഡിറ്റർമിനേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈ പോയിന്റും. മാർക്കോന്റെ ക്ലൈമാക്സ് അതിന്റെ ഏറ്റവും വലിയ ആക്ഷൻ സ്പെക്ടക്കിളുമാണ്. ആ ഘട്ടങ്ങളിലെ ഉണ്ണി നോർത്താൽ എങ്ങനെയായിരിക്കും? ഉണ്ണി ഇതുപോലെ എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ പറയുന്നത് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് പേഴ്സണലി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഉണ്ണിയുടെ ഞാൻ പറയാന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കോയുടെ ക്ലൈമാക്സ് സീക്വൻസ് എടുക്കുന്നതിന് മുന്നേ ഒരു ബ്രേക്ക് എടുത്ത് പുള്ളി ദുബായിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. ദുബായ് പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫോക്കസ് പോകും അല്ലേ. തീർച്ചയായിട്ടും ഈ സിനിമയുടെ ബാക്കിയെല്ലാം ഷൂട്ടിംഗ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് അതിൻ്റെ ആയിട്ട് ഇൻവോൾവ് ആവും, മീറ്റിംഗ്സ് വരും. പുള്ളി അതുകൊണ്ട് ദുബായിൽ പോയി ട്രെയിനർ ഉണ്ടായിരുന്നു. നമ്മൾ ദുബായിൽ പോയി 15 ദിവസം സ്പെഷ്യലി ഇൻറ്റൻസ് വർക്കൗട്ട് 5 hours വർക്കൗട്ടായിരുന്നു. ഡെയിലി 5 hours, രാവിലെ 2.5 മണിക്കൂർ, വൈകുന്നേരം 2.5 മണിക്കൂർ വിത്ത് സ്ട്രിക്റ്റ് ഡയറ്റ്. ആ 15 ദിവസം സെപ്പറേറ്റ് വർക്കൗട്ട് ചെയ്തിട്ടാണ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് കൊല്ലത്താണ്. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ പോലും ഞാൻ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ബെയർ ബോഡി കാണിക്കണം ഒരു സീനുണ്ടെന്ന് ഹനീഫ് പറഞ്ഞു. ഇത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്യും, പക്ഷേ ഇതിനകത്ത് എൻ്റെ ബെയർ ബോഡി കാണിക്കണം. അപ്പോൾ ആ സീനിലേക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ണി അതിലേക്ക് പ്രിപ്പയർഡ് ആവാൻ തന്നെ, എന്നിട്ടും ഉണ്ണിയുടെ ഫിസിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നിട്ടും പുള്ളി ഭയങ്കര ഡിസ്കംഫർട്ടാണ്. ഐ വോണ്ട് ടു ഷോ ദ ബെസ്റ്റ്, ഗുഡ് അല്ല ബെസ്റ്റ് തന്നെ കാണിക്കണം. അപ്പോൾ എനിക്കിപ്പോഴും അറിയാം ആ ബെയർ ബോഡി സീന് എനിക്കൊന്ന് ഒരു ദിവസം വൈകുന്നേരം ഷൂട്ട് ചെയ്തു. വൈകുന്നേരം പുള്ളി പമ്പ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് പുള്ളി പറയുന്നത് വൈകുന്നേരം ആയപ്പോൾ പുള്ളി ഡൗൺ ആണ് ബേസിക്കലി. നമുക്ക് ഒന്നുകൂടെ രാവിലെ ഒന്നുകൂടെ പിടിക്കാം, ഫ്രഷായിട്ട് ഒന്നുകൂടെ പിടിക്കാം. അപ്പോൾ
അത് രാവിലെ വന്നിട്ട് പിന്നെ എഗെയിൻ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പുള്ളി പമ്പ് ചെയ്ത് എടുത്തിട്ടാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്ത് എന്നിട്ടാണ് പിന്നെ അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിയുടെ ബോഡി കാണിക്കുന്ന സീനിൽ ഒരു CGI ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ ബെസ്റ്റായിട്ട് കിട്ടണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. ആ രീതിയിൽ എടുത്താണത്. അപ്പോൾ അപ്പോൾ എടുക്കുന്ന എഫോർട്ട് നമ്മളെല്ലാവരും കാണുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ, നമുക്കെന്ന് പറഞ്ഞാൽ ഡയറ്റ് എടുക്കുന്നത് നമുക്കറിയാം, പിന്നെ വർക്കൗട്ട് കാര്യം വിട്ടാലും. അപ്പം അത്രയും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി എടുക്കുന്ന എഫോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ പറയും, ചില കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഇത്രയും അവനൊരു സക്സസ് ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദൈവം കൊടുക്കും. ഈ എടുക്കുന്ന എഫോർട്ട് ഒരിക്കലും വേസ്റ്റ് ആവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹാർഡായിട്ടൊരു സാധനം എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാവും തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ഉണ്ണി എടുത്ത എഫോർട്ട്, കാരണം ഹീ കാനോട്ട് ലൂസ് ദിസ് വൺ. അത് ഫ്രം ഡേ വൺ പുള്ളി മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്. മാർക്കോ ഫ്രം ഡേ വൺ ഓഫ് ഷൂട്ട് പുള്ളിയുടെ മനസ്സിൽ വ്യക്തമായ ഹി വിൽ നോട്ട് ലൂസ് ഇറ്റ്. പുള്ളി കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു വേറെ ഒരു സിനിമയും പുള്ളി എനിക്കൊന്നും പറഞ്ഞിട്ടില്ല, ഒരു സ്റ്റേജിൽ ഇതിനേം വന്നിട്ടില്ല. പക്ഷെ പുള്ളി ഇതിന് മുന്നേ ഉള്ള ജയഗണേഷിൻ്റെ സമയത്ത് പോലും മാർക്കോയെ പറ്റി പുള്ളി പറയുന്നുണ്ട്, ദിസ് വിൽ സ്ട്രൈക്ക്, മറ്റേ എല്ലാവരും കാണാമെന്ന് പറയാം. അപ്പം പുള്ളിക്ക് പുള്ളിയുടെ സ്ട്രെങ്ത് കളിക്കുന്ന ഒരു പടം ഒരിക്കലും ഫെയിൽ ആവാൻ ഇനിയും പുള്ളി സമ്മതിക്കില്ല. തോറ്റുപോകരുതെന്ന് ആദ്യ ദിനം തൊട്ട് അത് പുള്ളി ഉറപ്പായിരുന്നു. അതാണ് ആ സിനിമയ്ക്ക് വേണ്ടി പുള്ളി എടുത്ത എഫർട്ട്. ഞാൻ നേരിട്ടാണ് ഒന്നും പറയാനില്ല നമുക്ക്.